യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിച്ച് ഇന്ന് നമ്മൾ വട്ടവട, മൂന്നാർ, ഇടുക്കി ആ ഒരു പ്ലേസിലൊക്കെ ട്രിപ്പ് പോയിട്ട് തിരിച്ച് നമ്മൾ കാന്തല്ലൂർ, മറയൂർ ആ ഒരു ഭാഗത്തേക്ക് പോന്നപ്പോൾ അവിടുത്തെ ശർക്കര ഫാക്ടറിക്ക് വന്നതാണ്. ബട്ട് ഫാക്ടറി പൂട്ടിപ്പോയി. ബട്ട് അവിടെ കുറേ ഷുഗർ കെയിൻസ് ഇങ്ങനെ ബഞ്ചായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫാക്ടറി വന്നപ്പോൾ നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ വട്ടവടയിൽ സ്റ്റേ ചെയ്യുന്ന പ്ലേസും എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമുക്കിനി ഫാക്ടറിയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ മമ്മി കഴിഞ്ഞു പോയത് കാരണം എല്ലാവരും പണി നിർത്തി പോയപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. ഗൈസ്, ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി ലേറ്റ് ആയിട്ടാണ് വന്നത്. സോ അവരുടെ തെറ്റല്ല, നമ്മുടെ മാത്രമാണ്. നമുക്കിനകത്തേക്ക് പോട്ടോ. ഗൈസ്, ഇത് അതിൻ്റെ ബോയിലറും സംഭവങ്ങളൊക്കെയാണ്, വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമൊക്കെ. ഇത് അതിൻ്റെ ഒരു ഡെമോ ആണ് കേട്ടോ, ഡെമോ മാത്രമാണ്. ഇത് നമ്മൾ ആ ഒരു ഏരിയ നിങ്ങൾ നടന്നു വരുമ്പോൾ ഫസ്റ്റിൽ കാണുന്ന ഇതാണ് കേട്ടോ. നേരത്തെ കണ്ടില്ലേ ചേച്ചി? അതാണ് ആ പാല കരിമ്പിന്റെ പാല്. ഇതിനുള്ള വേസ്റ്റ് കൂടെ നമ്മൾ അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അത് നമുക്ക് വേസ്റ്റ് ആക്കുന്നില്ല, കരിമ്പിന്റെ വളമായിട്ട് ഉപയോഗിക്കുക. ഇതിനകത്ത് റോസ് ഉണ്ട്. ഇത് നമ്മൾ നല്ല മണ്ണ് ഇച്ചിരിയൊക്കെ ഉണ്ടല്ലോ, ഇത് പ്യൂറായി പിന്നെ ഇതിനകത്ത് വരുക, അരിച്ച് ഇതിലേക്ക് വരും. ഇത് എന്നിട്ട് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് കുറുകി വരും. കുറുകിയ സമയത്ത് നമ്മൾ അപ്പുറത്തേക്ക് നോക്കാം. അപ്പുറത്തേക്ക് ഇതാ നമ്മള് ഫസ്റ്റ് പാല്, അത് ജ്യൂസ് ഇതിലേക്ക് വരും. ഇവിടുന്ന് അപ്പുറത്തോട്ട് കുറച്ച് അതിന്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, വേസ്റ്റ് ഒക്കെ ഉണ്ട്. ഒഴിക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇത് നമ്മൾ കുറുക്കി വരും. ഓക്കെ, എന്നിട്ട് ശർക്കര പരുവത്തിലേക്ക് വരും അല്ലേ? ഈ തീ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. പറഞ്ഞു കേട്ടോ. കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ അടച്ചു വെക്കാൻ പാടില്ല, ഓപ്പണായിട്ട് വെക്കാതെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതെ, തീ ഇതിനകത്തല്ല ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ ആ തീയുടെ ആ വഴി പോകുന്നില്ലേ, കൺട്രോൾ ചെയ്യുന്നത്. എന്തോ അതിനകത്ത് നമ്മൾ മറ്റേ കരിമ്പിൻ്റെ ഇതില്ലേ, വേസ്റ്റ്, അത് ഇങ്ങോട്ടേക്ക് വന്ന് ചൂടാക്കി ഈ അടുത്ത് നമ്മൾ തീ കാണുന്നില്ലേ, ഇത് ഇതിനകത്ത് വീണിട്ട് അടുത്തിനകത്ത് പോകും. കുറുകി വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഈ ചക്രം ഇതിനകത്ത് തള്ളി വെക്കും. കുറുകി ഒരു 2.5 മണിക്കൂറാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഈ തള്ളി വെക്കുമ്പോഴേക്കും അത് ഇങ്ങോട്ടേക്ക് ഒഴിക്കും. ഒഴിച്ചിട്ട് ഒരു ഇൻ്റർവെൽ വിട്ട് ഇച്ചിരി ഇളകി കൊടുത്ത് പിന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു നല്ലൊരു ചൂട് ഉള്ള ഉരുട്ടി നമ്മൾ എടുത്ത് വെക്കും. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ശർക്കര ഫാക്ടറിയാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വന്തമായിട്ട് കരിമ്പൻ തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പക്ഷെ അവർ തന്നെ തോട്ടം വെച്ച് പിടിപ്പിച്ച് അവിടെ നിന്ന് തന്നെ അവർ ശർക്കര ഇത് ചെയ്തെടുക്കുന്നതാണ്.